തണുപ്പായതുകൊണ്ടാണോ ലില്ലിക്ക് കളിക്കാൻ വയ്യ. അവൾക്ക് എന്തെങ്കിലും ഒരു ചെരുപ്പോ എന്തെങ്കിലും കിട്ടിയാൽ മതി. അല്ലേ മിക്കി സ്മാർട്ടാണ്. എണീറ്റ് വാടി, നമുക്ക് പോരെ നടത്താം. എണീറ്റ് വാ, അടി കൂടി നോക്കാം. വാ. മിക്കി എങ്ങനെയൊക്കെ പ്രകോപിപ്പിച്ചൊക്കെ നോക്കുകയാണ് ലില്ലി അവിടെ നെടിയിപ്പിക്കാൻ. വല്ല രക്ഷയുണ്ടോ നോക്ക്. ലില്ലി അവിടെ നെണിയിപ്പിക്കാൻ വല്ല രക്ഷയുണ്ടോ നോക്ക്. രണ്ടടി കൂടി വെച്ച് വിട് മിക്കി, രണ്ടടി വെച്ച് വിട് ലില്ലിക്കുട്ടിക്ക്. അങ്ങനെ തന്നെ. അതോ എണീറ്റോടി, അവളവിടെ നിന്ന് എണീപ്പിച്ചവള്. അങ്ങനെ വിടാൻ പാവമില്ല. നിൻ്റെ മടി ഞാൻ മാറ്റിയെടുക്കാടി. നിൻ്റെ മടി ഞാൻ മാറ്റിയെടുക്കാം. മടിച്ച് പെണ്ണേ. ഇത് മിക്കിയുടെ ഊഞ്ഞാലാണ് കളിക്കാൻ, തട്ടിക്കളിക്കണ. ഓ മടിച്ച് അതാ അവിടെ കിടന്നു. മക്കൾ പിടിച്ചോ, ഓടിപ്പോയി പിടിച്ചോ. അങ്ങനെ തന്നെ പിടിച്ചോ. അവളങ്ങനെ കിടക്കണ്ട. നിന്നെ ഞാൻ കിടക്കാൻ സമ്മതിക്കൂല എന്നാണ് മിക്കി പറയണത്. വന്നപ്പോൾ പേടിച്ച് ഇരുന്ന ആളാണിത്. ലില്ലിക്കുട്ടിയെ കണ്ടപ്പോൾ പേടിച്ച്. ലില്ലിക്കുട്ടിക്ക് മിക്കിയെ പേടി. ലില്ലിക്കുട്ടിക്ക് മിക്കിയുടെ അടുത്ത് പേടിയല്ല യഥാർത്ഥത്തിൽ, അവൾക്ക് സങ്കടമായിരുന്നു. ഇപ്പം അവൾക്ക് എവളില്ലാതെ പറ്റൂല. അവളെ കണ്ടില്ലെങ്കിൽ അവളെ അന്വേഷിച്ച് നടക്കും. അത് വാനരൻ്റെ ജന്മമാണോ അണ്ണാൻ്റെ ജന്മമാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ മിക്കി. ചില സമയം തോന്നും അണ്ണാൻ കുഞ്ഞാണെന്ന്, ചില സമയം തോന്നും കുരങ്ങനെ പോലെയാണെന്ന്. അങ്ങനത്തെ കുസൃതിയാണ് അവൾ. അവളെ കിടക്കാൻ അവൾ എണീറ്റ് അവിടെ നിന്ന് കിടക്കാൻ സമ്മതിക്കില്ലേ മക്കളെ അവൾ. നിനക്ക് പറ്റിയ ആൾ തന്നെ. നീ അങ്ങനെ മടി പിടിച്ച് കിടക്കണ്ട. നിനക്ക് പറ്റിയ ആൾ തന്നെ മിക്കി. അങ്ങനെ തന്നെ വേണം. അങ്ങനെ തന്നെ വേണം. മിക്കിയുടെ കാര്യത്തിൽ തീരുമാനമായി. ക്ഷമ കെട്ട് ലില്ലിക്കുട്ടീൻ്റെ ക്ഷമ കെട്ട്. അങ്ങനെ തന്നെ ഫൈറ്റ്. മിക്കി വിടാൻ പാവമില്ല. ലില്ലിക്കുട്ടി തളർന്നിരിക്കുകയാണേ. പാവോടി മതിയടി, ഇനി ഉപദ്രവിക്കണ്ട. നീ ഞാഞ്ഞൂല് പോലെ ഇരുന്നും കൊണ്ടേ എൻ്റെ ലില്ലിക്കുട്ടിയെ നീ ഉപദ്രവിക്കണല്ലേ. അവളെ ചേച്ചിയുടെ മടി എനിക്ക് മാറ്റാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ട്. അവൾ കളിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ട്. ചേച്ചി കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉരുണ്ട് വീഴുന്ന് ക്ഷമ പറഞ്ഞങ്ങ് കിടന്നോളൂ. എന്നെ ഒന്നും ചെയ്യല്ലേ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അതുവരെ ചട്ടം പിത്തരം എല്ലാം കാണിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് മതി.